നിങ്ങൾക്ക് എന്തിനോടെങ്കിലും പേടി തോന്നാറുണ്ടോ? പേടിയെന്ന് പറയുമ്പം ചിലർക്ക് ഇരുട്ടിനോടായിരിക്കും പേടി, ചിലർക്ക് പ്രേതങ്ങളോട്. അങ്ങനെ പല തരത്തിലുള്ള പേടികൾ നമ്മളിൽ പലർക്കും കാണും. എന്നാൽ ഇതൊന്നുമല്ലാതെ മറ്റു ചിലർ ഭയക്കുന്നത് 13 എന്ന നമ്പറിനെയാണ്. അതിന് ചില കാരണങ്ങളുമുണ്ട്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു കാലത്ത് നമ്മുടെ MLA മാരും മന്ത്രിമാരും വരെ ഭയന്നിരുന്ന 13 എന്ന നമ്പറിൻ്റെ കഥയാണ്. മരണം പതിയിരിക്കുന്ന 13-ാം നമ്പർ മുറി, അപകടങ്ങളെ വിളിച്ചു വരുത്തുന്ന 13-ാം നമ്പർ വണ്ടികൾ, സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന 13 എന്ന സംഖ്യ. മനുഷ്യന് 13 എന്ന സംഖ്യയോടുള്ള ഭയത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. കൂടാതെ നിരവധി കാരണങ്ങളും. അതിലൊന്ന് ക്രിസ്തീയ വിശ്വാസങ്ങളിലെ ലാസ്റ്റ് സപ്പറിനോട് ബന്ധപ്പെട്ടതാണ്. ബൈബിളിലെ ആ അവസാനത്തെ അത്താഴം. അന്ന് ആ മേശയ്ക്ക് ചുറ്റുമിരുന്നത് 13 പേരായിരുന്നു. യേശുവും തൻ്റെ 12 ശിഷ്യന്മാരും. ആ വിരുന്നിൽ പങ്കുചേർന്ന 13-ാമത്തെ വ്യക്തി യൂദാസ് ആയിരുന്നു. തൻ്റെ ഗുരുവിനെ ഒറ്റുകൊടുത്ത അതേ യൂദാസ്. അന്നു മുതൽ പലരും വിശ്വസിച്ചിരുന്നത് 13 പേർ ഒന്നിച്ചിരുന്നാൽ മരണം സംഭവിക്കും എന്നാണ്. എന്നാൽ 13 എന്ന സംഖ്യയോട് ശരിക്കുള്ള ഭയം ആരംഭിച്ചത് ഇതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ്. ബൈബിളിലെ ഈ കഥയ്ക്കും നൂറ്റാണ്ടുകൾക്ക് മുൻപ് നോസ് മിത്തോളജിയിൽ രക്തത്തിൽ ചാലിച്ച മറ്റൊരു വിരുന്നുകൂടിയുണ്ടായിരുന്നു. ആ കഥ ഇങ്ങനെയാണ്. അസ്കാഡിലെ ദൈവഭവനത്തിൽ 12 ദേവന്മാർ ഒത്തുകൂടുന്നു. മഞ്ഞു വീഴുന്ന രാത്രിയിൽ തീനാളത്തിന്റെ വെളിച്ചത്തിൽ അവർ ഒത്തുകൂടിയത് സന്തോഷം നിറഞ്ഞ ഒരു അത്താഴ സദ്യയ്ക്കായിരുന്നു. പക്ഷേ ആ അത്താഴ വിരുന്നിൽ പങ്കുചേരാൻ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി കൂടിയെത്തി. ലോക്കി എന്ന വഞ്ചനയുടെ ദേവൻ, 13-ാമത്തെ അതിഥി. ആ വരവിന്റെ ഉദ്ദേശം വെളിച്ചത്തിന്റെ ദേവനായ ബാൾഡറിനെ കൊല്ലുക എന്നതായിരുന്നു. അന്ന് ലോക്കിയുടെ ചതിയിൽ മിസ്റ്റൽറ്റോ എന്ന ചെടി കൊണ്ടുണ്ടാക്കിയ കൂർത്ത അമ്പേറ്റ് ബാൾഡർ ചോര വാർന്നു മരിച്ചു. സത്യത്തിൽ ഈ കഥയിൽ നിന്നാണ് 13 എന്ന സംഖ്യയോടുള്ള ഭയത്തിന് തുടക്കം കുറിക്കുന്നത്. പിന്നീട് 13 എന്ന സംഖ്യയോട് ചേർത്ത് വെച്ച് പ്രചരിച്ച അനുഭവ കഥകളിൽ പ്രധാനപ്പെട്ടത് 13-ാം നമ്പർ മുറികളിലെ പ്രേതാനുഭവങ്ങളും ദുർമരണങ്ങളുമായിരുന്നു. പാശ്ചാത്യരിൽ മാത്രമായിരുന്നില്ല. എപ്പോഴോ കടൽ കടന്നെത്തിയ ഈ ഭയം ഇന്നും നമ്മുടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. നമ്മുടെ നാട്ടിലെ ചില വലിയ കെട്ടിടങ്ങളിലും 13-ാം നില ഉണ്ടാകാറില്ല. ഒന്നുകിൽ 12 കഴിഞ്ഞ് 14 അല്ലെങ്കിൽ 12-ന് ശേഷം 12A എന്നാവും രേഖപ്പെടുത്തുക. ചില വിദേശ വിമാനങ്ങളിലും 13-ാം നിര ഒഴിവാക്കാറുണ്ട്. പല ആശുപത്രികളിലും 13-ാം നമ്പർ മുറിയും 13-ാം നമ്പർ ബെഡും നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തിന്, നമ്മുടെ കേരളത്തിലെ MLA ഹോസ്റ്റലിൽ ഒരു കാലം വരെ 13-ാം നമ്പർ മുറി ഇല്ലായിരുന്നു. മന്ത്രിമാരുടെ കാറുകളിലും 13 എന്ന നമ്പർ ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഇത്തരം അന്ധവിശ്വാസങ്ങളെ ധൈര്യപൂർവ്വം മറികടന്ന ചിലർ കൂടി കേരളത്തിലുണ്ട്. അതിലൊന്ന് 2007-ൽ MLA ഹോസ്റ്റലിലെ 13-ാം നമ്പർ മുറി ചോദിച്ചു വാങ്ങിയ സൈമൺ ബ്രിട്ടോയാണ്. അതുപോലെ മന്ത്രിമാരുടെ 13-ാം നമ്പർ കാറിന്റെ ദുഷ്പേര് മാറ്റിയത് MA ബേബിയും തോമസ് ഐസക്കുമായിരുന്നു. പ്രാർത്ഥിക്കാൻ ഓരോരോ കാരണങ്ങളെന്ന് പരസ്യങ്ങളിൽ പറയുന്നത് പോലെ മനുഷ്യന് പേടിക്കാനും ഓരോരോ കാരണങ്ങൾ. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് 2025 ഡിസംബർ 13-ാം തീയതിയാണ്. ഇന്ന് എൻ്റെ ജന്മദിനം കൂടിയാണ്.